SFI സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി അനുശ്രീ ചേർന്നു. അനുശ്രീ, ഈ ദൃശ്യങ്ങൾ നമുക്ക് മനുഷ്യരായി പിറന്ന ആർക്കും ഇതിങ്ങനെ ബ്ലറാവാതെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. കണ്ടാൽ വലിയ സങ്കടം ഉണ്ടാകും, വലിയ വേദന ഉണ്ടാകും, വലിയ ധാർമ്മിക രോഷം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കമാൽ പാഷ ഇവരെയൊക്കെ ദേഹം വരഞ്ഞ് മുളക് തേക്കണമെന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ആ ധാർമ്മിക രോഷത്തിൽ പറയുന്നതാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇവരൊക്കെ വിദ്യാർത്ഥികളാണോ? തീർച്ചയായിട്ടും മനസാക്ഷിയുള്ള മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത വാർത്തകളാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. വളരെ ഇന്നലെ തൊട്ട് പുറത്തേക്ക് വരികയാണ്. ഇന്നലെ മാത്രമല്ല, വളരെ രോക്ഷത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ വേദനയോടുകൂടി പറയുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന എറണാകുളത്ത് സ്കൂൾ വിദ്യാർത്ഥിയുടെ അനുഭവം അടക്കം വല്ലാതെ വേദനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഇടയിൽ വരുന്ന ഈ ക്രൂരമായിട്ടുള്ള മനോഭാവം. നേരത്തെ സംസാരിച്ചിട്ടുള്ള വ്യക്തി പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ധൈര്യത്തോടു കൂടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അയക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇടയിലെത്തുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെയാണെന്നുള്ള അഭിപ്രായമില്ല. പക്ഷെ നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ നടക്കുന്ന അത്രയും ക്രൂരമായ റാഗിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭീകരമായ ദൃശ്യത്തിന് അപ്പുറത്തേക്കുള്ള തലത്തിലേക്കാണ് ഇന്ന് വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ മാനമേ മാറുന്ന തരത്തിലേക്കാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഞാൻ പഠിച്ചത് കാരോട്ടം ക്യാമ്പസിലാണ്. കാരോട്ടം എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പോ അതിന് പിൻപോ ആ കാരോട്ടം ക്യാമ്പസിൽ ഒരു ഹോസ്റ്റൽ റൂമിൽ ഒരു വിദ്യാർത്ഥിയെ പിടിപ്പിക്കാൻ കഴിയില്ല. കാര്യം അവിടെ സംഘടനയുണ്ട്, മറ്റു വിദ്യ ഇടപെടുന്ന സാഹചര്യമുണ്ട്. ഇതാരാലും നിയന്ത്രിക്കപ്പെടാതെ ഈ കൂട്ടത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനകളുടെ പരാജയം കൂടിയല്ലേ അനുശ്രീ? അല്ല, ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ക്യാമ്പസുകളിൽ അരാജക സ്വഭാവങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത്. അത് റാഗിംഗ് ആയിക്കോട്ടെ, ലഹരി ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾ, ഒരുമിച്ചുള്ള വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറ്റാതെ സമാധാനത്തോടുകൂടി വന്നിരിക്കാൻ പറ്റാത്ത അന്തരീക്ഷമായിട്ട് ക്യാമ്പസുകൾ മാറാതിരിക്കാനുള്ള ഉത്തരവാദിത്തം വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ട്. പക്ഷെ അതിന്റെ മറുവശത്ത് ഈ സംഘടനകൾ രാഷ്ട്രീയം വേണ്ടതില്ല, ഇതൊന്നും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടതേ ഇല്ല എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. രാഷ്ട്രീയമേ കുട്ടികൾക്ക് വേണ്ടാന്നുള്ളത് അതിന്റെ കൂടി പ്രശ്നമാണിത്. അവിടെ കോളേജുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, സംഘടനാ സ്വാതന്ത്ര്യത്തിന് വലിയ പരിമിതിയുള്ള ക്യാമ്പസുകളാണ്. അത് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയത്തിന് അഭാവം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ക്യാമ്പസുകൾ കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള അരാജക സ്വഭാവങ്ങൾക്കെതിരായിട്ട് ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്ന സംഘടനയാണ് SFI. വളരെ രോക്ഷത്തോടു കൂടി അമിത ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ വിഷയത്തിലും ഇടപെടുക തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഭീകരമായിട്ട് ഇപ്പോഴും മനസ്സിലേക്ക് വരുന്നത് ഇതിന്റെ മാനം മാറുകയാണെന്ന് ആവർത്തിച്ചു പറയുകയാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്ന റാഗിങ്ങിന് അപ്പുറത്തേക്ക് ഈ കുട്ടികൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് ഞങ്ങളെയും വളരെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ഈ കുട്ടികളോട് രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ ഈ കുട്ടികളോട് ഈ സമൂഹത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത്രയും വലിയ പ്രതിസന്ധിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഇവരെ ഉൾക്കൊള്ളുന്ന ലഹരി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ട് ഇവർ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇവരെ സ്വാധീനിക്കുന്നത് എന്തായിരുന്നാൽ കൂടിയും അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്തത്തെ അതേ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കുക തന്നെയാണ്. ഓക്കെ. എന്തായാലും സാമാന്യ ബുദ്ധിയിൽ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതെന്തോ പരിശോധിച്ചു പോയാൽ ഇതിന് വലിയ ലഹരി ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ്. മൂന്നിലോ വാളകം കീരിപ്ലാക്കൽ സാമുവൽ 20 വയസ്സാണ് അവന് പ്രായം. വയനാട് പുൽപ്പള്ളി ഞാവലകത്ത് ജീവ 19 വയസ്സേ ഉള്ളൂ പ്രായം. മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരി റിജിൽജിത്ത് 20 വയസ്സേ ഉള്ളൂ പ്രായം. മലപ്പുറം വണ്ടൂർ കരിമാരപ്പറ്റ രാഹുൽ രാജ് 22 വയസ്സുള്ള പ്രായം. കോഴിത്തോട് മടുക്കാഭാഗത്ത് നെടുങ്ങാട്ട് വിവേക് 21 വയസ്സുള്ള പ്രായം എന്നിവരെയാണ് നേരത്തെ 14 ദിവസം റിമാൻഡ് ചെയ്ത്